ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിജു മേനോൻ നായകനായി ഇന്ന് തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് കഥ ഇന്നുവരെ. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മേപ്പടിയൻ എന്ന സിനിമയുടെ സംവിധായകനായ വിഷ്ണു മോഹനാണ്. പ്രമുഖ നർത്തകി മേതിൽ ദേവികയാണ് ഈ ചിത്രത്തിലെ നായിക. ഒരു ഫീൽ ഗുഡ് റൊമാന്റിക് ഫാമിലി എന്റർടൈനർ സിനിമയായ കഥ ഇന്നുവരെയിൽ നിഖില വിമൽ, അനു മോഹൻ, അനുശ്രീ, ഹക്കിം ഷാ, സിദ്ദീഖ്, രഞ്ജീവ് പണിക്കർ, കോട്ടയം രമേശ്, കൃഷ്ണപ്രസാദ്, അപ്പുണ്ണി ശശി, കിഷോർ സത്യ എന്നിങ്ങനെ വലിയൊരു സംഘം താരങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. ജോമോൻ ടി ജോണാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും മികച്ചതായിട്ടുണ്ട്. അതേസമയം ചിത്രത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വ്യത്യസ്തമായ 4 പ്രണയകഥകൾ പറയുന്ന ഈ സിനിമ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം കേരള കളക്ഷനായി 25 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. മികച്ച ഒരു തുടക്കമാണ് നിലവിൽ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇനി ഓണം റിലീസ് ചിത്രങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് കിഷ്കിന്ദ കാണ്ഡം എന്ന ആസിഫ് അലി ചിത്രമാണ്. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിജയരാഘവൻ, അപർണ ബാലമുരളി, അശോകൻ, ജഗദീഷ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സിനിമയുടെ ആദ്യ 8 ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം കേരള കളക്ഷനായി സിനിമ ആദ്യ ദിവസം 47 ലക്ഷം രൂപയും രണ്ടാം ദിവസം 65 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. മൂന്നാം ദിവസം 1,40,00,000 രൂപയും നാലാം ദിവസം 1,85 ലക്ഷവും സ്വന്തമാക്കിയ സിനിമ അഞ്ചാം ദിവസം 2,57 ലക്ഷം രൂപയും ആറാം ദിവസം 2,79 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. ഏഴാം ദിവസമായ ബുധനാഴ്ച 2,55 ലക്ഷം കളക്ട് ചെയ്ത സിനിമ എട്ടാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച കളക്ട് ചെയ്തത് 2,40 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 14,68 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. 5,50 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ 8 ദിവസത്തെ ഷെയർ കളക്ഷനായി കേരളത്തിൽ നിന്ന് മാത്രം 6,85 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. ഇനി ചിത്രത്തിന്റെ 8 ദിവസത്തെ ഗൾഫ് കളക്ഷനിലേക്ക് വന്നാൽ സിനിമ $8,30,000 ഇവിടെ നിന്നും മാത്രം നേടിയെടുത്തത്. അതായത് 6,93 ലക്ഷം രൂപ. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഗൾഫിൽ നിന്നും ഇത്രയും നേടിയെടുക്കുന്നത്. 8 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 25,40 ലക്ഷം രൂപയാണ്. ഇനി 9ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ ചിത്രം നേടിയെടുക്കാനാണ് സാധ്യത. ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 17,20 ലക്ഷം രൂപയിൽ എത്തിച്ചേരുന്നതുമാണ്. 9ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 28-29 കോടി റേഞ്ചിൽ എത്തപ്പെടുന്നതുമാണ്. ടോവിനോ തോമസ് നായകനായി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി 2D 3D ഫോർമാറ്റിൽ തിയേറ്ററിലെത്തിയ സിനിമയാണ് ARM. ഓണം റിലീസായി സെപ്റ്റംബർ 12 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ കേരളത്തിലും വിദേശത്തുമെല്ലാം തന്നെ ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുക തന്നെയാണ്. അജയന്റെ രണ്ടാം മോഷണം എന്ന ഈ ടോവിനോ ചിത്രം ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി നേടിയെടുത്തിരുന്നത് 25,95 ലക്ഷം രൂപയായിരുന്നു. 8ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തത് 2,65 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി 28,60 ലക്ഷം സ്വന്തമാക്കിയ സിനിമ 9ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 31 കോടിയോളം രൂപ ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 7 ദിവസം കൊണ്ട് 50,10 ലക്ഷം രൂപ കളക്ട് ചെയ്ത സിനിമ ഇന്നലെ 8ാം ദിവസമായ വ്യാഴാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 54,40 ലക്ഷം രൂപയാണ്. 9ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 59-60 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 13 തിയേറ്ററിലെത്തിയ മറ്റൊരു ഓണം റിലീസ് ചിത്രമാണ് കൊണ്ടൽ. സോഫിയ പോൾ നിർമ്മിച്ച ഈ സിനിമ ഇന്ന് സെപ്റ്റംബർ 20 വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. RFT ഫിലിംസിനാണ് ഈ ചിത്രത്തിന്റെ ഓവർസീസ് അവകാശം ലഭിച്ചിട്ടുള്ളത്. ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 2,85 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. 8ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ കളക്ഷനോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 3 കോടിക്ക് മുകളിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ 4 സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.